Abba Love and Cookie Stories. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൌഫ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് മലബാർ കല്യാണ സ്പെഷ്യലായിട്ടുള്ള കോഴിക്കറിയുടെയും അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കോഴിക്കറിയാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ നമുക്ക് ഈ കറിക്ക് നല്ലൊരു കട്ടി കിട്ടാനായിട്ടാണ് ഈ സമയം ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളി ഇതുപോലെ കട്ടൊന്നും ചെയ്തിട്ടില്ല, ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി കുറച്ച് അധികം ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ കറിയിലോട്ട്. ഇനി നമുക്ക് 2 സവാള, കുറച്ച് വലിയ സവാളയാണ് കേട്ടോ ഞാൻ ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് അതിൻ്റെ കളറൊന്നും ചേഞ്ചായി കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതുവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനൊരു മീഡിയം സൈസിലുള്ള 4 തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി വേണം കേട്ടോ ഉപയോഗിക്കാൻ. അതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് കൂടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതുകൂടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്താൽ മതി കേട്ടോ, അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള എരിവിനായിട്ട് മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ നല്ല കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സാക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നത് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലിപ്പൊടിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. കൂടിക്കഴിഞ്ഞാൽ വേറൊരു കളറിലായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കതിലോട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലേക്കായിട്ടുള്ള മസാലക്കൂട്ടാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലഗോൺ ചിക്കനാണ്. നിങ്ങൾക്ക് ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. മലബാർ സ്പെഷ്യൽ കല്യാണ വീട്ടിലെ കറി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി മസാലകളെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുത്ത് അതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്നുകൂടി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പൂ ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ കറിയിലോട്ട് ഈ സമയത്താണ് കറിവേപ്പില ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വേവിച്ച് പതുക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കുറുകി തയ്യാറായി വരും കേട്ടോ. അപ്പോൾ ഞാനിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ലുക്ക് നോക്കാം. അപ്പോൾ ആ സമയം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ ഉള്ള കാലാവസ്ഥ. എന്നാലോ നല്ല കൂടുതലായിട്ട് ചൂടൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ആകാശം. ഈ വെയിലൊക്കെ വന്ന് മഴയൊക്കെ പോയപ്പോൾ നല്ല ഭംഗിയുള്ള ആകാശമാണ്. ഇതുപോലെ ഇങ്ങനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കിതുപോലെ ഇങ്ങനെ കാണാനൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ.
ഈ കാഴ്ചകൾ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ ക്യാമറ ഒന്ന് പതുക്കെ താഴ്ത്തിയപ്പോൾ ഒരു കരിയിലെ കുരുവിയും ഒരു ഓന്തും ഭയങ്കര ഫൈറ്റിങ്. അവരെ നോക്കി ഞാൻ താഴെ മതിലിൻ്റെ അപ്പുറം നോക്കിയപ്പോൾ അവിടെ കൃഷ്ണകിരീടം നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്നപ്പോൾ ഉമ്മച്ചി ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനുശേഷം വേണം നമുക്കതിലോട്ട് ഒരു തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ട, ഏലക്ക, 2 ഗ്രാമ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് ഒരു സവാള കുറച്ച് തിന്നായിട്ട് അരിഞ്ഞെടുത്തത് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറ് നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുമൊന്നും വേണ്ട. അപ്പം നമ്മുടെ നെയ്ച്ചോറിൻ്റെ കളറും മാറിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് വഴന്ന് കിട്ടി അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആകാതെ ആ ഒരു രീതിയിൽ വന്നാൽ മതി. ആ സമയം നമുക്കതിലോട്ട് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ കപ്പിൽ തന്നെ ഞാനിവിടെ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം, കൂടിക്കഴിഞ്ഞാൽ നന്നാവില്ല. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ടാക്കി അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയം നമ്മുടെ കറി കണ്ടോ നന്നായിട്ട് കുറുകി നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒന്നുകൂടി വേകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറായി കിട്ടിയാൽ നമുക്കിതിനെ ഒന്നുകൂടി അടുപ്പിലിട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നെയ്ച്ചോറിനുള്ള വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് അരി ഇട്ട് കൊടുക്കാൻ. നേരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ രീതിയിൽ പെട്ടെന്ന് തന്നെ അരി ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ടായിട്ടുള്ള അരി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുത്ത് ഒരു അരമുറി ചെറുനാരങ്ങ കുരു ഒന്നും കൂടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. ചെറുനാരങ്ങ ഈ സമയം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഇതിലോട്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈസ് നല്ല രീതിയിൽ ഓരോന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലൊരു റൈസായി മാറും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറിയും അതുപോലെ തന്നെ നന്നായിട്ട് ഒന്നുകൂടി ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയൊക്കെ കിട്ടുമ്പോൾ നല്ല ചൂടൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ചൂടോടുകൂടി നെയ്ച്ചോറും കോഴിക്കറി ഇഷ്ടപ്പെടുന്നവരാരൊക്കെ ഉണ്ട്? അങ്ങനെ കഴിക്കുമ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ സെർവ് ചെയ്യാനായിട്ടാണ് ഞാനിതുപോലെ ഇങ്ങനെ അടുപ്പിലോട്ട് തന്നെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പീസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്